നമസ്കാരം. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് വെറും ഒരു വാചക കസരത്ത് മാത്രമാണോ, അതോ ഒരു നാടിന്റെ വികസനത്തിനുള്ള കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖയാണോ? ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യമാണിത്. കാരണം കേരളം ഇപ്പോൾ മറ്റൊരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങുകയാണ്. പതിവ് പോലെ തന്നെ നമ്മുടെ മുന്നണികളെല്ലാം തങ്ങളുടെ പ്രകടന പത്രികകൾ പുറത്തിറക്കി കഴിഞ്ഞു. ആയിരക്കണക്കിന് വാഗ്ദാനങ്ങള്, വമ്പൻ വികസന പദ്ധതികള്, ക്ഷേമ പെൻഷനുകള്, അങ്ങനെ കേൾക്കുമ്പോൾ എല്ലാം സൂപ്പറാണ്. പക്ഷേ സാധാരണക്കാരന്റെ മനസ്സിലുള്ള ഒരു വലിയ ചോദ്യമുണ്ട്: ഇതൊക്കെ ശരിക്കും നടക്കുമോ? അതോ വോട്ട് പിടിക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാർ നടത്തുന്ന വെറും ഒരു തള്ളു മാത്രമാണോ ഇത്? ഇന്ന് നമ്മൾ കേരളത്തിലെ കഴിഞ്ഞ 15 വർഷത്തെ ഭരണവും പാശ്ചാത്യ രാജ്യങ്ങളിലെ രീതികളും തമ്മിൽ ഒരു ചെറിയ താരതമ്യം നടത്തുകയാണ്. ഗ്ലോബൽ ടോക്സ് വിത്ത് അഭിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഭിനവ് ജോസ്. നമുക്ക് ആദ്യം നമ്മുടെ മുന്നണികളുടെ ഒരു ഭരണചരിത്രം ഒന്ന് ആഴത്തിൽ പരിശോധിക്കാം. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ കേരളം ഭരിച്ച 2 സർക്കാരുകളും വികസനത്തിന്റെ കാര്യത്തിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള വഴികളാണ് സ്വീകരിച്ചത്. ആദ്യം നമുക്ക് UDF കാലഘട്ടത്തിലേക്ക് ഒന്ന് നോക്കാം. വികസനവും കരുതലും എന്നതായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തില് വലിയൊരു കുതിച്ചുചാട്ടത്തിന് ഈ കാലയളവ് സാക്ഷ്യം വഹിച്ചു. കൊച്ചി മെട്രോ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം തുടങ്ങിയ വമ്പൻ പ്രോജക്റ്റുകൾ കൃത്യമായിട്ടുള്ള ഒരു വേഗത ലഭിച്ചത് ഈ സമയത്താണ്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയില് കാരുണ്യ പദ്ധതി വഴി സാധാരണക്കാർക്ക് ചികിത്സാ സഹായം ഉറപ്പാക്കാനും അന്ന് സാധിച്ചു. എങ്കിലും പലപ്പോഴും അഴിമതി ആരോപണങ്ങളും ഭരണകക്ഷിക്കുള്ളിലെ ഗ്രൂപ്പ് വഴക്കുകളും വികസനത്തിന്റെ വേഗത കുറച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമായിരുന്നു. അടുത്തതായി കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാരിന്റെ ഭരണത്തിലേക്ക് വരാം. ക്ഷേമ പദ്ധതികൾക്ക് വലിയ മുൻഗണന നൽകിയ ഒരു ഭരണമായിരുന്നു ഇത്. ക്ഷേമ പെൻഷനുകൾ കൃത്യമായിട്ട് വിതരണം ചെയ്തതും ലൈഫ് മിഷൻ വഴി ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് നൽകിയതും വലിയ നേട്ടങ്ങൾ തന്നെയാണ്. പൊതുവിദ്യാഭ്യാസ രംഗം ഹൈടെക് ആയി മാറി. പ്രളയത്തെയും കോവിഡിനെയും നമ്മൾ ഒരുമിച്ച് നേരിട്ടു എന്നതും മറക്കാനാകില്ല. എന്നാൽ 2021 നൽകിയ പല വാഗ്ദാനങ്ങളും, ഉദാഹരണത്തിന് 40 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന പ്രഖ്യാപനം, അല്ലെങ്കിൽ പെൻഷൻ 2500 രൂപയാക്കി ഉയർത്തൽ, ഇതൊക്കെ ഇന്ന് എവിടെ നിൽക്കുന്നു എന്നത് നമ്മൾ സ്വയം ചിന്തിക്കേണ്ടതുണ്ട്. കടക്കെണിയും വാഗ്ദാനങ്ങളും, ഇവിടെയാണ് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യങ്ങളുള്ളത്. ഇന്ന് കേരളത്തിന്റെ കടബാധ്യത ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ്. ഖജനാവ് കാലിയായിരിക്കുമ്പോൾ തന്നെ വീണ്ടും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ആകാശം മുട്ടുന്ന വാഗ്ദാനങ്ങൾ നൽകുന്നു. പണമില്ലാതെ ഈ പറയുന്ന വമ്പൻ പദ്ധതികൾ എങ്ങനെ നടപ്പിലാകും? പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ വെറും തള്ളു മാത്രമാണോ, അതോ കേരളത്തിന് ഇനി താങ്ങാൻ കഴിയുന്നതാണോ ഈ വികസന മാതൃകകള്? UK-യും ജർമ്മനിയും നമ്മുടെ ചാനല് ഗ്ലോബൽ ടോക്സ് ആയതുകൊണ്ട് തന്നെ വികസിത രാജ്യങ്ങളിലെ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് തങ്ങളുടെ വാഗ്ദാനങ്ങളെ സമീപിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് നമ്മുടെ നാട്ടിലെ രീതികളുമായിട്ട് വലിയ വ്യത്യാസമുള്ള ഒന്നാണ്. UK-യിലെ രീതി, ഇവിടെ പാർട്ടികൾക്ക് വെറും ഒരു പ്രകടന പത്രിക അല്ലെങ്കിൽ മാനിഫെസ്റ്റോ മാത്രമല്ല പുറത്തിറക്കുന്നത്, അതിനോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കോസ്റ്റിംഗ് ഡോക്യുമെന്റും കൂടി ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നുണ്ട്. അതായത് ഒരു പാർട്ടി 100 രൂപയുടെ ഒരു പദ്ധതി വാഗ്ദാനം ചെയ്താൽ ആ 100 രൂപ എവിടെ നിന്ന് വരും എന്ന് കൃത്യമായിട്ട് പറയണം. നികുതി വർദ്ധിപ്പിച്ചാണോ, അതോ നിലവിലുള്ള ഏതെങ്കിലും പദ്ധതി നിർത്തലാക്കി ആണോ ഈ പണം കണ്ടെത്തുന്നത് എന്ന് ജനങ്ങൾക്കറിയാം. കൃത്യമായിട്ടുള്ള കണക്കില്ലാതെ വാഗ്ദാനങ്ങളെ അവിടുത്തെ മാധ്യമങ്ങളും അല്ലെങ്കിൽ ജനങ്ങളും ചോദ്യം ചെയ്യും. വാഗ്ദാനം ലംഘിച്ചാൽ അടുത്ത തവണ ജനം അവരെ പഠിപ്പിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി ജർമ്മനിയിലെ രീതി നോക്കുകയാണെങ്കിൽ, ജർമ്മനി പലപ്പോഴും സഖ്യകക്ഷികൾ ചേർന്നിട്ടാണ് ഭരിക്കാറുള്ളത്. തെരഞ്ഞെടുപ്പിന് ശേഷം ഇവർ ഒപ്പിടുന്ന കൊളീഷൻ എഗ്രിമെന്റ് ആണ് അവിടുത്തെ വികസനത്തിന്റെ ബൈബിൾ. ഇതിൽ ഓരോ പദ്ധതിയും കൃത്യമായിട്ട് ഒരു ടൈം ലൈൻ അഥവാ സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ടാകും. കേരളത്തിലെ പോലെ പദ്ധതികൾ 10ഉം 20ഉം വർഷം ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുന്ന രീതി ഇവിടെ വളരെ കുറവാണ്. നമ്മുടെ നാട്ടില് എല്ലാം സൗജന്യം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കൈയടിക്കും. എന്നാൽ ഈ രാജ്യങ്ങൾ മുൻഗണന നൽകുന്നത് സാമ്പത്തിക സുസ്ഥിരതയ്ക്കാണ്, അതായത് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി. അതായത് ഇന്ന് നൽകുന്ന ആനുകൂല്യം നാളത്തെ തലമുറയെ കടക്കണിയിലാക്കരുത് എന്ന നിർബന്ധം അവർക്കുണ്ട്. നമുക്ക് ഈ 2 മാതൃകകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ ഒന്ന് വിശദമായിട്ട് നോക്കാം. വികസനത്തിന്റെ ഫോക്കസ് ആണ് ഒന്നാമത്തേത്. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ പ്രധാനമായിട്ടും വോട്ട് ഉറപ്പിക്കാൻ നോക്കുന്നത് ക്ഷേമ പെൻഷനുകള്, സൗജന്യ കിറ്റുകൾ എന്നിവയിലൂടെയൊക്കെയാണ്. എന്നാൽ UK-യിലോ ജർമ്മനിയിലോ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ അവരുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങള് മാറുന്ന കാലത്തിനനുസരിച്ചുള്ള തൊഴിൽ നയങ്ങള്, കാലാവസ്ഥാ വ്യതിയാനം നേരിടാനുള്ള പദ്ധതികള്, ഭരണരംഗത്തെ ഡിജിറ്റലൈസേഷൻ എന്നിവയാണ്. അതായത് ഒരു തലമുറയെ മുഴുവൻ
കണ്ടുകൊണ്ടുള്ള ഒരു ദീർഘകാല പദ്ധതികൾക്കാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഇനി സാമ്പത്തിക പ്ലാന്റെ കാര്യത്തിലായിക്കോട്ടെ, കേരളത്തില് പലപ്പോഴും കടമെടുത്തിട്ടാണെങ്കിലും പദ്ധതി നടപ്പിലാക്കും എന്ന വാശിയാണ് കാണാറുള്ളത്. ഇത് ഭാവിയിൽ വലിയ ബാധ്യതയാകുന്നു. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അത് നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്താനുള്ള നികുതി പരിഷ്കാരങ്ങളും അവർ അവതരിപ്പിക്കും. സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കാതെ അവർ വാഗ്ദാനങ്ങൾ നൽകാറില്ല. ഇനി ജനങ്ങളുടെ നിലപാട് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മുടെ നാട്ടില് പലപ്പോഴും വോട്ട് ചെയ്യുന്നത് രാഷ്ട്രീയ വൈകാരികതയുടെയോ അല്ലെങ്കിൽ പാർട്ടിയോടുള്ള ഒരു സ്നേഹത്തിന്റെയോ പുറത്താണ്. എന്നാൽ ആധുനിക ജനാധിപത്യ രാജ്യങ്ങളിൽ ജനങ്ങൾ പ്രായോഗികതയ്ക്കാണ് അല്ലെങ്കിൽ പ്രാക്ടിക്കബിലിറ്റിക്കാണ് മുൻതൂക്കം നൽകുന്നത്. ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യതയും നടപ്പിലാക്കാൻ പോകുന്ന രീതിയും അവർ പരിശോധിക്കും. വെറും തള്ളുകൾ കൊണ്ട് മാത്രം അവിടെ വോട്ട് പിടിക്കാൻ രാഷ്ട്രീയക്കാർക്ക് കഴിയില്ല. കൂട്ടുകാരെ, നമ്മൾ ഈ ചർച്ച ചെയ്ത കാര്യങ്ങൾ വെറും ഒരു താരതമ്യം മാത്രമല്ല, നമ്മുടെ വരും തലമുറയുടെ ഭാവിയെ ബാധിക്കുന്ന ഗൗരവമേറിയ വിഷയമാണ്. അതുകൊണ്ട് ഇത്തവണ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നതിന് മുൻപ് നിങ്ങൾ ഈ 4 കാര്യങ്ങൾ തീർച്ചയായിട്ടും ആലോചിക്കണം. ഒന്നാമത്തേത്, പണം എവിടെ നിന്ന് വരും? ഏതൊരു മുന്നണിയും വലിയ സൗജന്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണിത്. സൗജന്യങ്ങൾ ഒരിക്കലും സൗജന്യമല്ല, അത് നമ്മുടെ നികുതി പണമാണ്, അല്ലെങ്കിൽ നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ വീട്ടേണ്ട കടമാണ്. വരും തലമുറയെ കടക്കണിയിലാക്കിയിട്ട് നമുക്ക് ലഭിക്കുന്ന ഈ താൽക്കാലിക ആനുകൂല്യങ്ങൾ ലാഭമാണോ എന്ന് ചിന്തിക്കുക. അടുത്തത്, കഴിഞ്ഞ വാഗ്ദാനങ്ങൾ പാലിച്ചോ എന്നുള്ള ചോദ്യമാണ്. രാഷ്ട്രീയ പാർട്ടികൾ പുതിയ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ അവർ കഴിഞ്ഞ തവണ നൽകിയ വാഗ്ദാനങ്ങൾ എത്രത്തോളം പാലിച്ചു എന്ന് നമ്മൾ പരിശോധിക്കണം. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയിട്ട് ഇത്തവണ നിങ്ങളെ പറ്റിക്കുകയാണോ എന്ന് നിങ്ങൾ ആലോചിക്കണം. പ്രകടന പത്രികയിലെ എത്ര കാര്യങ്ങൾ പ്രായോഗികമായി എന്ന് സ്വയം വിലയിരുത്തുക. തൊഴിൽ റോഡ് മാപ്പാണ് അടുത്തത്. തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ കേരളത്തിലെ യുവാക്കൾ കൂട്ടത്തോടെ നാട് വിടുന്നതുമാണ് ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇത് തടയാന് ഏത് മുന്നണിക്കാണ് കൃത്യമായിട്ടുള്ള ഒരു റോഡ് മാപ്പ് ഉള്ളത് എന്ന് നോക്കുക. വെറും പ്രഖ്യാപനങ്ങൾക്കപ്പുറം പ്രായോഗികമായിട്ടുള്ള പദ്ധതികൾ ആരുടെ പക്കലുണ്ട് എന്ന് പരിശോധിക്കുക. ഫാൻസ് അല്ല, വോട്ടർമാരാകുക. നമ്മൾ രാഷ്ട്രീയ പാർട്ടികളുടെ വെറും ഒരു ഫാൻസ് ആയിട്ട് മാറരുത്. പകരം ബുദ്ധിയുള്ള വോട്ടർമാരായിരിക്കണം. ഓരോ വാഗ്ദാനത്തെയും യുക്തിപരമായിട്ട് വിശകലനം ചെയ്യുക. കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മൾ ശീലിക്കണം. ഓർക്കുക, നിങ്ങളുടെ ഓരോ വോട്ടും കേരളത്തിന്റെ അടുത്ത 5 വർഷം മാത്രമല്ല, വരും ദശകങ്ങളെ തന്നെ നിർണ്ണയിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ചിന്തിച്ച് മാത്രം വോട്ട് ചെയ്യുക. പ്രകടന പത്രികകൾ വെറും തള്ളായി മാറുന്നത് അത് നടപ്പിലാക്കാനുള്ള സാമ്പത്തിക പ്ലാൻ ഇല്ലാത്തപ്പോഴാണ്. നിങ്ങളുടെ വോട്ട് വിവേകപൂർവ്വം വിനിയോഗിക്കുക. നിങ്ങളുടെ അഭിപ്രായത്തില് ഏത് മുന്നണിയുടെ പ്രകടന പത്രികയാണ് കൂടുതൽ വിശ്വസനീയം? നിങ്ങളുടെ മണ്ഡലത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? താഴെ കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ അഭിനവ് ജോസ്. പുതിയ ഗ്ലോബൽ ടോക്സുമായിട്ട് നമ്മളെ വീണ്ടും കാണാം എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ നന്ദി, നമസ്കാരം.